നിങ്ങളെ പാപത്തെ കഴുകിക്കളയുവാൻ മരിച്ചവർ മുതൽ ഇന്നേ വരെ ജീവിക്കുന്നവർ വരെ ആരുണ്ടെന്ന് വിടുവിക്കുവാൻ, ആരാണെന്ന് നിരാശയിൽ നിന്ന് വിടുതൽ നൽകുവാൻ കഴിയുന്നത് എന്നൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ ആ ചോദ്യശരങ്ങളുടെ മുൻപാകെ ഉത്തരവെന്ന ഒരുവൻ സകല ചോദ്യശരങ്ങളും ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്നത് പോലെ, ഭൂമിയിൽ നിന്ന് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് പോലെ വലിയൊരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുമ്പോൾ അത് ആകാശത്ത് നിന്ന് ചോദ്യത്തിന്റെ ഉത്തരവുമായി ആ ഉത്തരമായി ഭൂമിയിലേക്ക് ഒരുവൻ പിറക്കുവാനിടയെ തീർന്നു. അവനെ കുറിച്ച് പ്രകാരം ഒരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വാക്കുകൾക്ക് അർത്ഥം തീരുകയില്ല. അതുകൊണ്ട് 1-2 വാക്കുകളിൽ ഞങ്ങൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവനെ കുറിച്ച് പറയാത്തതായിരിക്കുന്ന ചരിത്രകാരന്മാരില്ല, അവനെ കുറിച്ച് പറയാത്തതായിരിക്കുന്ന വിപ്ലവകാരികളില്ല. രക്തം ധാരധാരയായി ചിന്തി, രക്തം ഒഴുകി കവലകളിൽ വീണ് കിടക്കുമ്പോഴും രക്തസാക്ഷികൾ വിളിച്ചു പറയുവാനിടയെത്തുന്നു. അവനും ഒരു രക്തസാക്ഷി, അവനും ഒരു വിപ്ലവകാരി എന്ന് വിളിച്ചു പറയുവാനിടയെത്തുന്നു. ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവരും വിളിച്ചു പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചതായിരിക്കുന്ന ഒരു രക്തസാക്ഷി, ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചതായിരിക്കുന്ന ഒരു വിപ്ലവകാരി എന്ന് അവരും വിളിച്ചു പറയുവാനിടയെത്തുന്നു. മാത്രമല്ല കവിവര്യന്മാർ വിളിച്ചു പറയുവാനിടയെത്തുന്നു, അതെ, ഇവരെ പോലെ ഒരുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഭാരതത്തിന്റെ മഹാത്മാവ് എന്ന് പറയുന്ന മനുഷ്യൻ വിളിച്ചു പറയുന്നു, അതെ, ഇവരെ പോലെ ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്തിനേറെ പറയുന്നു, സാമൂഹിക പരിഷ്കർത്താക്കൾ നേതാക്കന്മാർ ഒന്നടങ്കം വിളിച്ചു പറയാനിടയെത്തുന്നു, ആ മഹാമനുഷ്യൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാനും ജീവിച്ചിരുന്നുവെങ്കിൽ ആ മനുഷ്യന്റെ പാദങ്ങൾ കഴുകി ആ വെള്ളം ഞാൻ കുടിക്കുമായിരുന്നു എന്ന് പറയാനിടയെത്തുന്നു. എന്ന് പറഞ്ഞാൽ അതുപോലെ ലോകത്തിലൊക്കെയും സകല നേതാക്കന്മാരുടെ മുൻപിലും സമുന്നതനായിരിക്കുന്ന ഒരു നേതാവ് എന്തിനു വേണ്ടി പിറന്നു? എന്റെ നിങ്ങളുടെ പാപത്തിന് അറുതി വരുത്തുവാൻ. എന്തിനു വേണ്ടി പിറന്നു? സ്നേഹിത, മദ്യപാനിയായിരിക്കുന്ന നിന്റെ മദ്യപാനത്തിന് അറുതി വരുത്തുവാൻ, പാപസമ്പന്നമായിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് നിന്നെ വിടുതല കൊണ്ടുവരുവാൻ ഒരു മനുഷ്യന് കഴിയാതിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ യുഗലോകത്തിലേക്ക് പിറക്കുവാനിടയായി തീർന്നു.